ദൈവവചന സഭ എന്ന സന്യാസ മിഷനറി സമൂഹത്തിൻ്റെ ഒരു സാമൂഹ്യ ക്ഷേമ സംരംഭമായ കണ്ണൂർ പിലാത്തറ വചനജ്യോതി ലഹരിമോചന ചികിത്സാ കേന്ദ്രത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നാളെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. ലഹരിക്കും ആസക്തിക്കും ഇടയിലെ അതിരുകൾ അതിലോലമാണ്. മദ്യത്തിൽ നിന്നുള്ള മടക്കയാത്ര ജീവിത രസങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണ്. മദ്യപാനി മനസ്സുവെച്ചാൽ അത് സാധ്യമാണെന്നും വചനജ്യോതിയിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു 2000-നോടടുത്തുള്ള കുടുംബങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നുണ്ടെന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാരണമാണ്, ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അല്പം കൂടി നൂതനമായ ചികിത്സാ സൗകര്യങ്ങളോടുകൂടി, അതുപോലെ തന്നെ കൂടുതൽ സൗകര്യങ്ങൾ അവിടെ വരുന്ന ചികിത്സാർത്ഥികൾക്ക് ഞങ്ങൾ അവരെ രോഗികളെന്ന് നേരിട്ട് വിളിക്കുകയില്ലെങ്കിൽ പോലും അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. ലഹരിക്കും ആസക്തിക്കും ഇടയിലെ അതിരുകൾ അതിലോലമാണ്. അത് ഒരു ഐസ് ക്യൂബ് പോലെ അതിവേഗം അലിഞ്ഞില്ലാതാകുകയും എപ്പോൾ ഒരാൾ എങ്ങനെ മദ്യാസക്തനായി എന്ന ചോദ്യത്തിന് ഒരു മദ്യാസക്തനും ഉത്തരം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ വെറുതെ ഒരു വൈബിന് വേണ്ടിയിട്ട് അല്പം ഒന്ന് കഴിക്കുമായിരിക്കും, പക്ഷെ സാവകാശം മദ്യത്തിനും ലഹരിക്കും അടിമയാകുകയാണ്. മദ്യവിമുക്തിക്ക് പല വഴിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ആ കഥകളിൽ നിന്നാണ് യാഥാർത്ഥ്യം ഞങ്ങളുടെ അനുഭവവും ജീവിക്കുന്നു. അതുപോലെ തന്നെ അന്നേ ദിവസം ആ ആഴ്ചയിൽ വന്ന 5 നല്ല രീതിയിൽ സുബോധത്തോടെ ജീവിക്കുമ്പോൾ തിരസ്കരിക്കപ്പെട്ട ഈ വ്യക്തികൾക്ക് പ്രതിജ്ഞാബദ്ധമാണ്. സമൂഹത്തിൽ ഒരുവന്റെ സ്ഥാനം. ഫാദർ ആന്റണി പുതുമന, ഫാദർ വിനോയ് കാഞ്ഞിരത്തുങ്കൽ, ക്രിസ്റ്റി തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മിഡ്കോ ദി നെറ്റ് സോഫ്റ്റ്വെയർ പാർക്ക്, താണ, കണ്ണൂർ.